നമസ്കാരം, ഞാൻ രാജീവ് ശ്രീനിവാസൻ, ശ്രീ അനിൽ പണ്ടാല, ശ്രീ ഹരി ഗോപിനാഥൻ. ഞങ്ങള് വികസനത്തിനെ പറ്റി ഒരു ഭൂതകാലത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തിരുവനന്തപുരത്തിന് ഡെവലപ്മെന്റിനെ പറ്റിയുള്ള വികസനത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ഈ സമയത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഇവിടെ എന്തൊക്കെയാണ് നടന്നത്, നടക്കാതിരിക്കുകയും ചെയ്തത്? ഒന്ന് ISRO ഉണ്ട്, പിന്നെ എയർപോർട്ട് ഉണ്ട്, പിന്നെ സിറ്റി മാസ്റ്റർ പ്ലാൻ ഉണ്ട്, മെട്രോ, ഇങ്ങനെ പല കാര്യങ്ങൾ. ഞാൻ അനിലിനോട് ചോദിക്കട്ടെ, ശ്രീ അനിൽ, ഈ പല സംരംഭങ്ങളെ പറ്റിയും താങ്കളുടെ അഭിപ്രായം എന്താണ്? കഴിഞ്ഞ 2-3 ദശാബ്ദങ്ങളായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നഷ്ടവസന്തങ്ങൾ മാത്രമേ പറയുവാനുള്ളൂ. കാരണം 77 വർഷമായി നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞു. ഈ കിട്ടിക്കഴിഞ്ഞിട്ട് ആകെ മൊത്തം ഇവിടെ വന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ISRO വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും വന്നു, പക്ഷേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. VSSC ആയിട്ട് തുടങ്ങി ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്ത് വരേണ്ടതായിരുന്നു. പക്ഷേ അത് ആദ്യം അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മുമ്പോട്ട് കൊണ്ടുപോയി, പിന്നെ ബാംഗ്ലൂരോട്ട് കൊണ്ടുപോയി, അഹമ്മദാബാദിലോട്ട് കൊണ്ടുപോയി, അവസാനം ISRO ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരായി മാറി. ഇതിന് കാരണക്കാർ നമ്മുടെ ഇവിടെ മാറി മാറി വന്ന റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അവരൊന്ന് അല്പം പിന്നെ ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ കിട്ടിയേനെ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വന്ന ഒരു ഡെവലപ്മെൻറ്റാണ്. നമുക്ക് മെഡിക്കൽ കോളേജിന് പണ്ട് ഒരു സ്റ്റോറി ഉണ്ട്. അന്ന് ചീഫ് എഞ്ചിനീയർ പോയി 70 ഏക്കർ എടുത്തു. പാലസിൽ ചെന്നപ്പം അദ്ദേഹത്തെ വിരട്ടി വിട്ടു 700 ഏക്കർ എടുത്തിട്ട് വരാൻ. ആ 700 ഏക്കർ എടുത്തിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് അവിടെ ശ്രീചിത്ര സെൻറ്ററും RCCയും മറ്റനേകം യൂണിറ്റ്സും വരാൻ പറ്റിയത്. അങ്ങനെ വന്ന ആ മെഡിക്കൽ കോളേജ് എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കുകയാണ്. ആ ശ്രീചിത്ര പോലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹാർട്ട് വാൽവ് കണ്ടുപിടിച്ച ഒരു സ്ഥാപനമാണ്. അവിടുന്ന് അങ്ങോട്ട് ഉയർന്നിട്ടില്ല. അതുപോലെ തന്നെ എയർപോർട്ട് 1932 തുടങ്ങിയ എയർപോർട്ടാണ്. 91 നമുക്ക് 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുള്ള, ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുള്ള റെക്കഗ്നിഷൻ കിട്ടി. എന്നിട്ട് അവിടെ പോയി. അവിടെ ആ എയർപോർട്ടിൻ്റെ വളർച്ച ഇവിടെയുള്ള MPമാരും MLAമാരും അത് ഉറപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്തൊക്കെയായാലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലീഡർഷിപ്പ് പോകാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ മെട്രോയുടെ ഇഷ്യൂ. കേരളത്തിൽ പോപ്പുലേഷൻ ആണ് ഒരു ക്രൈറ്റീരിയ എന്നാണ് ഞാൻ അറിയുന്നത്. മെട്രോയ്ക്ക് അത് പോപ്പുലേഷൻ ആണ് ക്രൈറ്റീരിയ എങ്കിൽ തിരുവനന്തപുരം സിറ്റിയിലും തിരുവനന്തപുരം അർബൻ അഗ്ലോമറേഷനിലും ഉള്ള പോപ്പുലേഷൻ കേരളത്തിൽ വേറൊരിടത്തുമില്ല. അത് ഇന്ത്യൻ സെൻസസ് എടുത്ത് നോക്കിയാൽ കാണാം. 2001ഉം 2011ഉം എടുത്താൽ അതിൻ്റെ പ്രോഗ്രഷൻ പോലും കാണാം. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരമാണ്, 1496. അത് കഴിഞ്ഞ് ആലപ്പുഴ. അപ്പം അങ്ങനെ ഒരുപാട് ടെക്നോ പാർക്ക്, നമുക്കിവിടെ ടെക്നോ പാർക്ക് കിട്ടി. ഈ ടെക്നോ പാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെവലപ്പ് ചെയ്ത് ഒരുവിധം പൊങ്ങി വന്നപ്പോഴത്തേക്കാണ് അന്നത്തെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അണ്ടർ സീ കേബിളായ 2 Mbps കേബിളായ കൊച്ചിയിലാണ് കൊണ്ട് ടെർമിനേറ്റ് ചെയ്തത്. അന്നും ഇവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു, ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 77 വർഷം നമുക്ക് JNNURM ബസ് കിട്ടി. സാധാരണക്കാരനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. JNNURMൻ്റെ ലോ ഫ്ലോർ AC ബസ്സസ് കിട്ടി. തിരുവനന്തപുരം നഗരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണക്കാരന് എയർ കണ്ടീഷൻ ബസ്സിൽ യാത്ര ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കിട്ടിക്കഴിഞ്ഞ് വിത്തിൻ 6 മന്ത്സ് അത് കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നൊരു കോർപ്പറേഷൻ രൂപീകരിച്ച് കൊച്ചിയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്ത് ഈ ബസ്സസൊക്കെ കൊച്ചിക്ക് മാറ്റി. അന്നും ഇവിടെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടത് തടഞ്ഞില്ല? അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്? തിരുവനന്തപുരത്തെ ആൾക്കാർക്ക്, യാത്രക്കാർക്ക് എയർ കണ്ടീഷൻ ബസ്സസ് ഇല്ലാതായി. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു അനേകം നഷ്ടവസന്തത്തിൻ്റെ പറയുവാൻ മാത്രമേ ഉള്ളൂ. ഹരി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റെയിൽവേ ഡെവലപ്മെന്റ് ഉണ്ട്, വിഴിഞ്ഞം ഡെവലപ്മെന്റ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ താങ്കളുടെ വിശകലനം എന്താണ്? അനിൽ പറഞ്ഞതുപോലെ മെട്രോയുടെ ഒരു വളരെ എളുപ്പവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അവഗണന എന്ന് പറയുന്നത് മെട്രോയുടെ ഇത് വെച്ചിട്ടാണ്. ഈ മെട്രോ 2000 തൊട്ട് ആദ്യമായിട്ട് കേരളത്തിൽ വരേണ്ടത് AK ആന്റണിയുടെ ഗവൺമെന്റിന്റെ സമയത്ത് ഉള്ള സ്റ്റഡി ഒക്കെ ഉണ്ടായിരുന്നു.
അവര് സജസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അവസാന നിമിഷം അത് കൊച്ചി മെട്രോ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രാധാന്യം കൊടുത്തു. ഇവിടെ നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മെട്രോ മെട്രോ എന്ന് പറഞ്ഞിട്ട്, ഒരിടത്തും എത്തിയിട്ടില്ല. ഇതിപ്പോ ഈ പറയുമ്പം സ്റ്റേറ്റ് ആയാലും കേന്ദ്രമായാലും ഇവിടുത്തെ ഇലക്ടറൽ റെപ്രസെന്റേറ്റീവ്സ്, അതായത് ജനപ്രതിനിധികള് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാലേ ഇത് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ട്. വിഴിഞ്ഞം നമുക്ക് ഒരു ഗുണം പറ്റിയത്, അത് ലാൻഡ് ലോഡ് മോഡലിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറിന് കൊടുത്തപ്പം അവർക്ക് ആനുകൂല്യമായ ഒരു സാഹചര്യം ഉണ്ട്. ഈ അദാനിക്കും ആയാലും അവര് അപ്പൊ അതെടുത്തിട്ട് അവര് പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ പറ്റി. അവർക്ക് അവരുടേതായ പല അവരും ഡിലേ ചെയ്യിപ്പിച്ചു. പ്രൈവറ്റ് എല്ലാത്തിനും പരിഹാരമൊന്നുമല്ല. സർക്കാരും ജനപ്രതിനിധികളും ഈ പ്രൈവറ്റുകാരെയും പണിയെടുത്തിരിക്കുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. ഈ നേരത്തെ അനിൽ പറഞ്ഞ പോലെ ജനപ്രതിനിധികള് പ്രത്യേകിച്ച് ഒന്നും ആ ഒരു നല്ലൊരു പ്രഷർ ചെലുത്തുന്നില്ല. അപ്പൊ ഈ വിഴിഞ്ഞത്തിന്റെ നമുക്ക് പൂർണ്ണമായും അതിന്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ ഈ ജനപ്രതിനിധികള് പ്രഷർ ചെലുത്തിയാലേ പറ്റുള്ളൂ എല്ലാ സ്റ്റേജിലും. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ മെട്രോ ആയാലും പുറമേയുള്ള OAGC കോറിഡോർ, ഇതെല്ലാം ജനപ്രതിനിധികളാണ് ഇതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഈ വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച്. അവര് ഇലക്ഷൻ കഴിയുമ്പോൾ പലരും അല്ല, പിന്നെ വേറെ ഒന്ന് രണ്ട് ഐറ്റംസ് എന്റെ ഓർമ്മയിലുള്ളത്. ഒന്ന് നാഷണൽ വാട്ടർവേ, ഇവിടുന്ന് കോവളത്ത് നിന്ന് അങ്ങ് ഷൊർണൂർ വരെ, ഷൊർണൂരല്ല ബേക്കൽ വരെയുള്ള അത് വർക്കല ഒരു തുരങ്കം, ഒരേ ഒരു തുരങ്കത്തിന്റെ പ്രശ്നം കാരണം അത് നശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം ഉള്ളത് ഇവിടുത്തെ റെയിൽവേ ഡെവലപ്മെന്റ്. തിരുവനന്തപുരത്ത് കൊച്ചുവേളി എന്ന് പറഞ്ഞാൽ യാതൊരു ഫംഗ്ഷനും ഇല്ലാത്ത ക്രിറ്റിക്കലി ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. തിരുവനന്തപുരം സെൻട്രലിലൊന്നും കിട്ടിയിട്ടില്ല. അവിടെ എസ്കലേറ്റർ മുകളിലോട്ട് വർക്ക് താഴോട്ട് വരാൻ നോക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ചിറ്റമ്പ നയം ഇവിടെ നടക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ പറയുന്നത്. പിന്നെ വേറൊന്ന് ഹരി മുമ്പ് ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ബ്രാൻഡിങ്. തിരുവനന്തപുരത്തിന് ഒരു ബ്രാൻഡ് ഇല്ല. വിഴിഞ്ഞം പിന്നെ പോർട്ട്, എന്തിനാ വിഴിഞ്ഞം എന്നുള്ള പേര്? ട്രിവാൻഡ്രം പോർട്ട്. അതെന്താണ്? അത് ഒരു ഉദാഹരണം പറയാം. ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ആദ്യത്തെ കപ്പൽ എടുത്തപ്പോഴത്തേക്കും എല്ലാ മീഡിയയും അതിനെ കവർ ചെയ്തു. ദേശീയ തലത്തിലായാലും അന്തർദേശീയ തലത്തിലായാലും എല്ലാ മീഡിയയും അത് നന്നായിട്ട് കവർ ചെയ്തു. ഒരൊറ്റ മലയാളി അല്ലാത്ത ഒരൊറ്റ ന്യൂസ് ആങ്കറോ ഇല്ലെങ്കിൽ ഒരു പ്രസന്ററോ വിഴിഞ്ഞത്തിന് കൃത്യമായിട്ടോ വിഴിഞ്ഞം പറയാൻ പറ്റില്ല. നാക്ക് കുഴഞ്ഞു. നമുക്ക് മാത്രമേ അത് വിഴിഞ്ഞം എന്ന് പറയാവുള്ളൂ. എല്ലാവരും വിഴിഞ്ഞം, വിസിഞ്ചം, ഇങ്ങനെ പലതും പറയും. അപ്പൊ പക്ഷെ ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം പോർട്ട്, അതാണ് അതിന്റെ പേര്. കാരണം ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഇപ്പൊ അന്യമായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. ഈ തിരുവനന്തപുരത്തിന്റെ ഒരു സബർബാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ആറ്റിങ്ങലോട്ട് വിഴിഞ്ഞം വരെ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ സബർബായിട്ടാണ് ലോകമെമ്പാടുമുള്ള മാനദണ്ഡം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് സബർബ്സ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ബ്രാൻഡിങ് ഇല്ല. അപ്പം ടെക്നോ പാർക്കിനൊക്കെയാണ് കേരള ടെക്നോ പാർക്ക്, കൊച്ചി എയർപോർട്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ ടെക്നോ പാർക്കിനെ കേരള ടെക്നോ പാർക്ക് എന്നാണ് പറയുന്നത്. ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് അല്ല. അപ്പൊ അതിന് ട്രിവാൻഡ്രത്തിന് ഒരു വലിയൊരു ബ്രാൻഡിങ്ങിന്റെ ഒരു പരിമിതിയുണ്ട്. ഞാനൊരു മാർക്കറ്റിയർ ആയതുകൊണ്ട് എന്നെ ഇത് നല്ലപോലെ ബാധിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം. പിന്നെ അതേസമയം പിന്നെ റിംഗ് റോഡിന്റെ കാര്യം പറഞ്ഞല്ലോ താങ്കൾ, എന്താണ് അവിടെ സംഭവിച്ചത്? തിരുവനന്തപുരത്തിന്റെ ഡെവലപ്മെന്റ് സ്റ്റാഗ്നേഷനാണ്. കഴിഞ്ഞ 77 വർഷമായിട്ട് സ്റ്റാഗ്നേഷനാണ്. വളരെ അങ്ങും ഇങ്ങും ഒരു ചെറിയൊരു ഫ്ലാഷ് അല്ലാതെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 7-8 വർഷം മുമ്പ് ഒരു പുതിയ പദ്ധതി വന്നിരുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ. അതൊരു ഗ്രോത്ത് ബാക്ക് ബോണാണ്. അടുത്ത 50 വർഷം തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, OAGC. അതിനെ പിന്നെ ഡെവലപ്മെൻറ്റ് DPR തയ്യാറാക്കിയത് ഞാനാണ്. അതിൻ്റെ പിന്നെ ട്രാൻസാക്ഷൻ അഡ്വൈസർ അന്ന് ഹെഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ആ പ്രോജക്റ്റിനെ പോലും അതിനെ കട്ട് ചെയ്ത് റോഡാക്കി, ഔട്ടർ റിംഗ് റോഡാക്കി മാറ്റിയിരിക്കുകയാണ്. അത് നേരായ രീതിയിൽ ഇപ്പോൾ ഒരു അടുത്ത് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ് മോഡലിൽ കൊണ്ടുവരും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ കമ്പനി ചെയ്യുന്നത് അങ്ങനെ ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ് മോഡലായിരുന്നു.
അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ തിരുവനന്തപുരത്തിന് വളരെ ആശ നൽകുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഔട്ടർ റിംഗ് റോഡ് എന്ന് സർക്കാർ വിളിക്കുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ. അത് 2.5 കിലോമീറ്റർ വീതിയുള്ള ഒരു ഡെവലപ്മെൻറ്റ് ബാക്ക് ബോണാണ്. അതിന് ചുറ്റും ഈ നേരത്തെ പറഞ്ഞ പോലെ ജോബ് ക്രിയേഷൻ, അതായത് പിന്നെ എംപ്ലോയബിലിറ്റി, ജോബ് ക്രിയേഷനൊക്കെ ഉണ്ടാക്കാനുള്ള, തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ കാണും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഇതാണ്. അത് കൂടാതെ നേരത്തെ രാജീവ് പറഞ്ഞ പോലെ നാഷണൽ വാട്ടർ വേ, അത് നമ്മൾ തീർച്ചയായിട്ടും ഇനിയും വരുന്ന പിന്നെ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സ് ചെയ്യേണ്ട കാര്യം, തിരുവനന്തപുരം കോവളം തൊട്ട് ബേക്കൽ വരെയുള്ള ആണ് നാഷണൽ വാട്ടർ വേ 3. അത് പല കാരണങ്ങളാലും നമ്മളൊന്നും അറിയിക്കില്ല. ഇതെല്ലാം ആ കൊല്ലം കോട്ടപ്പുറമാക്കി മാറ്റി. ആ കൊല്ലം വരെ ഉള്ള ഈ ജലപാത വികസിപ്പിക്കുമ്പോൾ 2 സൈഡിലും വരുന്ന രാഷ്ട്രീയ എതിർപ്പുകൾ അത് മാത്രം പരിഗണിച്ചാണ് അത് ചെയ്യാതെ പോയിരിക്കുന്നത്. അത് എടുക്കണം. അത് നമുക്ക് വളരെ, കാരണം ഈ ഒരു പിന്നെ വാട്ടർ വേ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ സോൾവ് ആകും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോസും നമ്മുടെ സ്റ്റേഡിയം, പിന്നെ സായിയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫെസിലിറ്റിയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത പട്ടിയാല പോലെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് നമുക്കൊരു ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ 3 എണ്ണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ചുരുക്കത്തിൽ കാര്യമായ ഒരു ചിറ്റമ്മ നയം അല്ലെങ്കിൽ നെഗ്ലെക്റ്റ് ആണ് തിരുവനന്തപുരത്തിന് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അടുത്തതായിട്ട് ഭാവിയിൽ എന്താണ് പുതിയ ഡെവലപ്മെന്റ് വരാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. തൽക്കാലം ഇവിടെ നിർത്തുന്നു. നമസ്കാരം.